നിങ്ങളുടെ ഡ്രോയിങ് സ്കില്ല് സ്റ്റക്കായി പോകുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് വരാറുണ്ടോ? ഞാൻ മുന്നോട്ട് പോകുന്നില്ല, എനിക്ക് പ്രോഗ്രസ് ഉണ്ടാവുന്നില്ല എന്നുള്ള ഫീൽ നിങ്ങൾക്ക് വരാറുണ്ടോ? ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മളുണ്ടല്ലോ ആർട്ടൊക്കെ പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ സെയിം പോലത്തെ ചിത്രങ്ങളാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ ഫീൽ ചെയ്യില്ല നമ്മുടെ ചിത്രത്തിൽ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംഫർട്ട് സോണിന്റെ പുറത്ത് കടന്ന് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ടുള്ള ചിത്രങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളതാണ്. അത് കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു A4 പേപ്പറിൽ മാത്രം വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ അടുത്തൊരു ചിത്രം വരയ്ക്കുമ്പോൾ A3 പേപ്പറിൽ വരയ്ക്കുക. A3 പേപ്പറിൽ വരച്ചിട്ട് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വീണ്ടും ഒരു ചിത്രം എടുക്കുന്ന സമയത്ത് അതിന്റെ ഡബിൾ സൈസുള്ള പേപ്പറിൽ വരയ്ക്കുക. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇവിടെ ഏകദേശം എൻ്റെ ഹൈറ്റ് ഉള്ള ഒരു പേപ്പറിലാണ് ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ അത് ചലഞ്ചിങ് ആണ്, അത് എളുപ്പമല്ല. ആൻഡ് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ശരിക്കും നമ്മൾ ഒരു ചെറിയൊരു പേപ്പറിൽ നമ്മൾ ചിത്രം വരയ്ക്കാൻ നമ്മുടെ കൈ മാത്രമേ മൂവ് ചെയ്യുള്ളായിരിക്കും. പക്ഷെ വലിയ പേപ്പറിൽ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ആസ് എ പേഴ്സൺ നമ്മൾ ഫുള്ളായിട്ട് മൂവ് ചെയ്യണം അല്ലേ. നമ്മൾ ചിലപ്പോൾ എണീറ്റ് നിൽക്കേണ്ടി വരും, ഒരുപാട് മൂവ്മെന്റ് ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ കംഫർട്ട് സോണിന്റെ പുറത്ത് കിടക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ പുതിയ മെറ്റീരിയൽ ട്രൈ ചെയ്യുന്നതിലായിരിക്കാം, പേപ്പറിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിലായിരിക്കാം, കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് ചെയ്യുന്നതിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന മീഡിയം, പെൻസിൽ ഡ്രോയിങ് മാത്രം വരയ്ക്കുന്നവരാണെങ്കിൽ ചാർക്കോൾ ട്രൈ ചെയ്ത് നോക്കാം, പെയിന്റിങ്സ് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ വരയ്ക്കുന്ന മീഡിയം ചേഞ്ച് ചെയ്യുന്നതിലായിരിക്കാം. സോ നിങ്ങളുടെ സ്കില്ല് സ്റ്റക്കായി പോകാൻ തോന്നുകയാണെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ആൻഡ് ട്രൈ ന്യൂ തിങ്സ് ആൻഡ് ചലഞ്ച് ഫേസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വേണം അതെല്ലാം ട്രൈ ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലിലോട്ട് നമ്മുടെ ആർട്ട് ഇമ്പ്രൂവ് ആയി വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.